കോഴിക്കോട് വടകര മടപ്പള്ളിയിൽ ഹൈവേ നടിപ്പാതയ്ക്കായി 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന സമരം ആരംഭിച്ചു. രാഷ്ട്രീയ പാർട്ടികളും വ്യവസായ വാണിജ്യ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഓരോ ദിവസങ്ങളിലും സമരം നയിക്കും. ആദ്യ ദിനം CPM-ന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. ദേശീയപാത വികസനത്തോടെ റോഡിന് ഇരുവശത്തുമുള്ള സുഗമമായ സഞ്ചാരത്തിന് തടസ്സം നേരിടും. 2-3 കിലോമീറ്റർ ചുറ്റിത്തിരിഞ്ഞ് വേണം മറുഭാഗത്തെത്താൻ. 1500-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വടകര മടപ്പള്ളി കോളേജിലെത്തണമെങ്കിലും സ്ഥിതിക്ക് മാറ്റമില്ല. നീണ്ട സമരത്തിനൊടുവിൽ റെയിൽവേ അനുവദിച്ച അടിപ്പാതയും പ്രതീക്ഷിച്ച ഫലം ചെയ്യില്ല. മടപ്പള്ളിക്കുടങ്ങര നിരത്തുമായുള്ള ബന്ധം പൂർണ്ണമായും അടയും. ഇതോടെയാണ് വഴികൾ അടയുന്നുവെന്ന മുദ്രാവാക്യമുയർത്തി അടിപ്പാത കർമ്മസമിതി ദ്വൈവാര സമരം തുടങ്ങിയത്. 1900-ഓളം വിദ്യാർത്ഥികളും 200-ഓളം സ്റ്റാഫും ഒരു 100-ഓളം നോൺ സ്റ്റാഫും ഒക്കെ പഠിക്കുന്ന വലിയൊരു കോളേജ് ഈ മടപ്പള്ളി ടൗണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ കോളേജിലേക്ക് പോകാനും വരാനുള്ള വഴി എന്നേക്കുമായി ഈ നാഷണൽ ഹൈവേ വരുന്നതോടുകൂടി അടക്കുകയാണ്. അതുകൊണ്ട് മടപ്പള്ളി കോളേജിന് ഒരു അണ്ടർപാസ് അനിവാര്യമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് അത് അനുവദിച്ചു തരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ പൊതുവായ ഒരു അഭിപ്രായം. ഓരോ ദിവസവും ഓരോ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും നേതൃത്വം നൽകും. ഇന്നലെ CPM നേതൃത്വത്തിൽ നിരാഹാര സമരം നടന്നു. ഇന്ന് BJP യാണ് സമരനിരയിൽ. റിപ്പോർട്ടർ, കോഴിക്കോട്.